എൻ്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 8. സൂചി കുത്താനിടമില്ലാത്ത ബസ്സിനുള്ളിൽ അന്നെൻ്റെ പൊക്കിൽ തപ്പി വന്നവന്റെ പ്രായം 40. അവളുടെ ഫ്ലാറ്റിൽ നിന്ന് പക്ഷെ അവളുടെ വീട്ടില് കേസ് അവളുടെ ഫ്ലാറ്റിൽ നിന്നാണ് പിടിച്ചത്. താഴെ ലോബിയിൽ പാർസൽ ഗൗരി ലക്ഷ്മി അറിയാത്തവരാരുമില്ല. എൻ്റെ പേര് പെണ്ണെന്നും പറഞ്ഞൊരു പാട്ട് അറിയാലോ. ഈ അടുത്ത സമയത്താണെങ്കിൽ ഭയങ്കര കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ആയ ഒരു വിഷയമായിരുന്നു ഈ ഒരു പാട്ട് സംബന്ധമായിട്ടുള്ള രീതിയിലാണ്. പിന്നെ എല്ലാവരും ഈ പെണ്ണുങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ആദ്യം ഈ ഒരു പാട്ടായിരിക്കും റീൽ ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു വിഷയം താഴെ കൊടുക്കുക, എൻ്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 8 എന്നുള്ള രീതിയിൽ. അപ്പൊ ഇവരുടെ അനുഭവമാണ് അവർ എഴുതുകയൊക്കെ ചെയ്തത്. ഇപ്പൊ വിഷയം എന്താന്ന് വെച്ചാൽ ഈ ഗൗരി ലക്ഷ്മിയുടെ ഹസ്ബൻഡിനെ പോലീസ് പൊക്കിയിട്ടുണ്ട് ലഹരി കേസില. അതാണ് സംഭവം. ഭർത്താവും താമസിക്കുന്ന അതേ ഫ്ലാറ്റിൽ വെച്ച് തന്നെയാണ് ഈ സാധനം പൊക്കുകയും ചെയ്തത്. അപ്പൊ പോലീസ് വന്ന് ഇതുപോലൊക്കെ ഉള്ള ഒരു വീഡിയോ റെയ്ഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കൂടുള്ളവരെ നോട്ട് ചെയ്തായിരിക്കാൻ ആ കൂടുതൽ ചാൻസും കാര്യങ്ങളും ഒക്കെ. ഇപ്പം ലഹരി എന്ന് പറഞ്ഞൊരു സംഭവം കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മുടെ ഒരു സാധനം കെറ്റി വെക്കുമായിരുന്നല്ലോ, ആ സാധനം പോലാണ് ഇപ്പൊ ഈ പറഞ്ഞ സാധനവും. റോക്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് ആദ്യം ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് വന്നത്. എന്തായാലും നമുക്ക് അതിനകത്ത് പറയുന്ന കുറച്ച്, അതായത് അവരുടെ ഫ്ലാറ്റിൽ തന്നെ താമസിച്ച ഒരു വ്യക്തിയുടെ വോയിസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും അത് വെക്കാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സഭ്യ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇടുകയാണെങ്കിൽ ലൈക്ക് ഒക്കെ ചെയ്യുക. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹലോ, പിന്നെ കേക്കുന്നോ? പിന്നെ ആ ഗൗരിലക്ഷ്മിയുടെ സീൻ ഉള്ളതാ കേട്ടോ. ഉള്ളതല്ലേ? ഉള്ളതാ. അവളുടെ കയ്യിൽ നിന്ന് പറ്റിയൊന്നുമില്ല. എന്തോ LSD MDMA അങ്ങനെ കുറെ സാധനങ്ങളായിട്ട് പോലീസുകാരാ വന്ന് പിടിച്ചത് ഫ്ലാറ്റിനകത്തുനിന്ന്. ഫ്ലാറ്റിൽ നിന്ന്, അവളുടെ ഫ്ലാറ്റിൽ നിന്ന്. പക്ഷെ അവളുടെ വീട്ടില് കേസ് അവളുടെ ഫ്ലാറ്റിൽ നിന്നാണ് പിടിച്ചത്. താഴെ ലോബിയിൽ പാർസൽ വന്നതാ LSD. പിടിച്ചു. LSD ഉണ്ടായിരുന്നു, MDMA ഉണ്ടായിരുന്നു, ജോയിന്റും ഉണ്ടായിരുന്നു. അത് തന്നെ ആ പെണ്ണ്. 2-3 ദിവസമായി. ഇപ്പൊ വെള്ളിയാഴ്ച നടന്ന സീനാ. 2-3 ദിവസം ഇതുവരെ ന്യൂസ് അതിനെ കുറിച്ചൊന്നും വന്നില്ല. കാരണം അവള് നൈസിന് സ്കൂട്ടായി എന്ന് വെച്ചാൽ അവളുടെ ഹസ്ബൻഡിന്റെയും കൂടെ ഒരു ഫോറിനർ, ഒരു പെണ്ണും താമസിക്കുന്നുണ്ടായിരുന്നു, ഒരു പയ്യനും താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ സീനൊക്കെ അവളുടെ തലയിലാക്കിയിട്ട് അവള് നൈസിന് സ്കൂട്ടായി. കേസും കാര്യങ്ങളും ഒക്കെ ഹസ്ബൻഡിന്റെ പേരിലാണ് വന്നേക്കുന്നത്. അപ്പൊ ഇവർക്ക് വന്ന എന്തോ ഒരു പാഴ്സലാണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ റൂമില് വേറെ ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു, അവരെ കൂടെ ചേർത്തിട്ടാണ് പിടിക്കുകയൊക്കെ ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചിലപ്പോൾ ഇനി അദ്ദേഹം നിരപരാധിയാണെങ്കിലോ. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, ഇവരുടെ എനിക്ക് രീതിയും കാര്യങ്ങളൊന്നും വലിയായിട്ട് ഇഷ്ടമൊന്നുമല്ല. വന്നിട്ട് വലിയ വായത്താളമൊക്കെ അടിക്കുന്നത്, ഓരോ നല്ല പാട്ടും വന്നിട്ട് നല്ല മനസ്സിന്റെ കരപ്പോനോന് അതൊക്കെ മനസ്സിനാക്ക ഞാൻ പാടിക്കുളവായിപ്പോ. ഇതിനേക്കാളും വിവരക്കേടായിട്ടാണ് അവർ പാടുന്നത്. ഇതിനേക്കാളും നല്ല സാധാരണ ഒരു മനുഷ്യൻ. എന്തിന് ഞാൻ തന്നെ പോയി പാടിയ ഇതിനേക്കാളും വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ല പാട്ടും കുളവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഉള്ള കാര്യം തുറന്നു പറയാലോ. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവർക്ക് അത്യാവശ്യം ഫെയിമുണ്ട്, കഴിവുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇന്നലെ തന്നെ വേറൊരു വിഷയം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കല്യാണം കഴിച്ച ഒരു പെണ്ണും കൂട്ടുകാരിയും 2 അവന്മാരും കൂടെ ചെയ്യുന്ന ഒരു റൂം എടുത്തിട്ട് ജോയിന്റ് അടിയും കാര്യങ്ങളുമായിരുന്നു പരിപാടിയൊക്കെ. എന്നിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തില്ലല്ലോ ഞങ്ങളെ, ഞാൻ 14 ദിവസം കിടക്കേണ്ടതാണെങ്കിൽ ഈ പറയുന്ന സാധനമൊക്കെ വലിച്ചു കയറ്റുമ്പോൾ എൻ്റെ പൊന്നു മോളെ 5 ഗ്രാം കുറഞ്ഞതാണെങ്കിലും അറസ്റ്റും കാര്യങ്ങളൊന്നും ചെയ്തില്ല. പെറ്റിയോ കാര്യങ്ങളൊക്കെ അടച്ചാൽ മാത്രം മതി. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യും. ഇപ്പൊ ലഹരി വിഷയങ്ങൾ, പിന്നെ എല്ലാ അവന്മാരെ കണ്ണടച്ച് വിശ്വസിച്ച് എടുത്ത് ചാടാൻ പോകുന്ന കുറെ പെണ്ണുങ്ങളും ഉണ്ട്. പറഞ്ഞിട്ടൊക്കെ എന്താ കാര്യം, നമുക്ക് ഇരുന്ന് ഇങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ. ഇവളൊക്കെ ഈ ചെവിക്കൂടെ കിട്ടി, ഈ ചെവിക്കൂടെ കളയുന്ന കുറെ എണ്ണം ഉണ്ട്. പാർസല് ബ്രോ, അവളുടെ ഫ്ലാറ്റില് അവളുടെ പേര് വന്ന പാർസലാ. അവളുടെ ഹസ്ബൻഡാ പോയി വാങ്ങിച്ചത്. താഴെ അവള് ഫ്ലാറ്റിലുണ്ടായിരുന്നു. ഇത് പോലീസുകാർക്ക് താഴെ ലോബി ഇരിപ്പുണ്ടായിരുന്നു. മനസ്സിലായോ? ഇത് ഫുള്ള് അവളെ കുറെ നാളായിട്ടുള്ള നിരീക്ഷണമാണെന്നാ പോലീസുകാർ പറഞ്ഞത്. അങ്ങനെ തൂക്കിയതാ. പക്ഷെ തൂക്കി വന്നപ്പോഴത്തേക്ക് അവള് പതുക്കെ അങ്ങ് സ്കൂട്ടായി അവളുടെ ഹസ്ബൻഡിന്റെയും കൂടെ ഉള്ളവരുടെ തലയിലാക്കി. അവളുടെ പേരില്ല അതിനകത്ത്. അവളുടെ പേരില്ലെന്നാണ് ഇപ്പം പറയുന്നത്. ഭർത്താവിനൊക്കെ എന്താ റിമാൻഡ് ചെയ്തെന്നല്ലോ. ഫ്ലാറ്റിലുണ്ടായിരുന്ന ബാക്കി 3 പേരെ റിമാൻഡ് ചെയ്ത്, അവളെ മാത്രം റിമാൻഡ് ചെയ്തില്ല. അവളിപ്പോ ഫ്ലാറ്റിലുണ്ട്. ഫ്ലാറ്റിൽ അവളുടെ മാറാനൊക്കെ പറഞ്ഞു ഫ്ലാറ്റിന്ന്. ഫ്ലാറ്റിന്റെ ആൾക്കാർ മാറാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ സാധനമൊക്കെ കൊറിയർ ചെയ്യാൻ പറ്റുമോ എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്.
എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കും. ഇതൊക്കെ കൊറിയർ ഓക്കെ, ഇത്രയും വലിയൊരു ആക്ട്രസ് ആണ്, സോറി ഈ പാട്ടുകാരിയാണ്, ഈ പാട്ടുകാരിക്കൊക്കെ ഇതുപോലെ അയച്ചു കൊടുത്താൽ മതി, സീനൊന്നും ഉണ്ടാവില്ല. എനിക്ക് ഒട്ടും അങ്ങോട്ട് വിശ്വസിക്കാൻ വയ്യ. ഓക്കെ, എന്തായാലും സാധനം വന്ന് ആ പാവം പിടിച്ചവൻ്റെ കൈ കൊണ്ട് കൊടുക്കുകയും ചെയ്ത്, കൊടുത്തു കഴിഞ്ഞപ്പോൾ ദേണ്ടേ അക്കച്ചി നൈസായിട്ട് സ്കൂട്ടായി. എൻ്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 8, പാടി നടക്കേണ്ടതല്ലേ, സൂചി കുത്താൻ ഇടമില്ലാത്ത ബസ്സിനുള്ളിൽ എന്ന്, അതൊക്കെ ചേച്ചിക്ക് പറഞ്ഞിട്ടുള്ളൂ. സത്യം പറഞ്ഞാലാ വന്ന് ഉപദേശിക്കാനും വലിയ ഡയലോഗ് അടിക്കാനും ഒക്കെ ഭയങ്കര മിടുക്ക. കണ്ടില്ലേ, നൈസായിട്ട് ഒരു അവസരം വന്നപ്പോൾ സ്വന്തം ഹസ്ബൻഡിനെ വരെ എടുത്ത് തൂക്കിയിട്ടങ്ങ് പുള്ളി അങ്ങ് നൈസായിട്ട് അങ്ങ് മുങ്ങുകയും ചെയ്ത്. കഷ്ടം. ഇങ്ങനെയൊക്കെയുള്ളവരുടെ മുമ്പിൽ എങ്ങനെ, കാരണം ഇമേജ് പോകരുത്, നാളെ പരിപാടിയൊക്കെ കിട്ടണ്ടേ അല്ലേ. തൊട്ട് പൈസയാണല്ലോ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അവക്ക് വേറെ കുഴപ്പമൊന്നുമില്ല അതിനകത്ത്. അത് ബ്രോ സാധാരണക്കാരാണെങ്കിൽ ഇപ്പൊ എടുത്തിട്ട് എത്തിയാനല്ലോ പോലീസുകാര്. പിന്നെ തീർച്ചയായിട്ടും ഇവിടെ അടിക്കാതെ കൂടിരുന്നതിനെ വരെ പിടിച്ചോണ്ട് പോയതാ. കൂടെ പിടിച്ചോണ്ട് പോയി. അവളുടെ ഫ്ലാറ്റിൽ വന്നിട്ട് അവളെ കൊണ്ടുപോയില്ല. അത് കൊണ്ടുപോയില്ല. അത് നല്ലൊരു പോയിന്റ് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചോ? കാരണം അവരുടെ ഫ്ലാറ്റിൽ വന്നിട്ട് അവരെ മാത്രം പിടിച്ചില്ലെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ആ കൊറിയർ ആരുടെ പേര് വന്നു. അതൊക്കെയാണ് സത്യം പറഞ്ഞ് അന്വേഷിക്കേണ്ട ഒരു കാര്യം. എന്താന്ന് വെച്ചാൽ അതിപ്പോൾ ഒരു വലിയൊരു ഇത് തന്നെയാണ്, ഒരു ചോദ്യചിഹ്നമാണ് എന്തുകൊണ്ട് അവരെ പിടിച്ചില്ല എന്നുള്ള രീതി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഗൗരിയുടെ അക്കൗണ്ട് കയറി നോക്കിയപ്പോഴത്തേക്ക് ഈ പറയുന്ന ഫോളോയിങ്ങിന് ആരെയും ചെയ്തിട്ടൊന്നുമില്ല. സ്വന്തം ഹസ്ബൻഡിനെ പോലും ഫോളോ ചെയ്തിട്ടാണ്, ഫോളോ അടിച്ചിട്ടുണ്ട്. പോസ്റ്റും കാര്യങ്ങളൊക്കെ കുറെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടും, കുറച്ച് പോസ്റ്റും മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പെണ്ണിന് അന്നും ഇന്നും എന്താ പറയണ്ടേ, സ്വന്തം കാര്യം മാത്രം. ഞാൻ എല്ലാവരും അല്ല കേട്ടോ, കുറച്ച് ആൾക്കാർ മാത്രം ഇങ്ങനെ. ഇപ്പോഴത്തെ കാലഘട്ടം അത്ര മോശമായിക്കൊണ്ടിരിക്കുകയാണ്, അത്രയ്ക്ക് മോശമായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. ഇവള് ചെയ്തതിന് പാവം പിടിച്ചവന് ശിക്ഷ. അങ്ങനെ സീൻ എന്തൊക്കെയാണ്. വെള്ളിയാഴ്ചയോ 2-3 ദിവസമായി സംഭവം നടന്നിട്ട്. ന്യൂസ് പുറത്ത് വിട്ടിട്ടില്ല. ന്യൂസ് ആരും പുറത്ത് വിട്ടിട്ടില്ല. അയ്യോ, ഒരു അതോറിറ്റിക്കാരും ഒരു ന്യൂസും പുറത്ത് വിട്ടിട്ടില്ല. എന്തുവാ കാര്യം അറിയാൻ വയ്യ. എന്താണെങ്കിലും കൊള്ളാം. അല്ല, അവർക്ക് മറ്റേ ഷൈൻഡോൺ ചാക്കോയും കാര്യങ്ങളും മതി. ഇതൊരു ബന്ധമില്ലാത്ത കാര്യം വേണ്ട. അതെ, കൊള്ളാം എന്തായാലും. ഓക്കെ ബ്രോ, എന്തായാലും പറഞ്ഞു തന്നാലും വലിയ കാര്യം. ഓക്കെ, നിങ്ങൾ എന്തായാലും അന്വേഷിക്കും കേട്ടോ. പോലീസുകാർ അന്വേഷിച്ചാൽ തന്നെ അറിയാൻ പറ്റും. അല്ല, ഇതിപ്പോ എന്തായാലും നിങ്ങളുടെ തന്നെ ആ ഒരു ഫ്ലാറ്റിൽ നടന്ന കാര്യമല്ലേ. അതെ. അപ്പൊ പിന്നെ നോക്കാം. എന്തായാലും ഞാൻ എന്റേതായ രീതിയിലും തപ്പി നോക്കട്ടെ കേട്ടോ. നോക്ക്. എന്തായാലും ഇത് ജെന്യൂൻ ആയിട്ടുള്ള കേസായത്. മനസ്സിലായി. മൊത്തം പോലീസുകാരായിരുന്നു ഇതിന്റെ അകത്ത്. മൊത്തം പോലീസുകാരനല്ലേ? എന്നിട്ടും ആരും അറിഞ്ഞില്ല. ആ ഫ്ലാറ്റിലുള്ളവർ മാത്രമേ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടുള്ളൂ. സത്യം പറഞ്ഞിട്ടുള്ളൂ, പുറത്ത് ന്യൂസ് വിട്ടിട്ടില്ല. അത് കൊള്ളാം എന്തായാലും. അല്ല ബ്രോ, കുഴപ്പമില്ല. നിങ്ങൾ വിളിച്ചു പറയുന്നതിനകത്ത് നമുക്ക് അറിയാമല്ലോ. ഇനിയിപ്പോ എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. കുഴപ്പമൊന്നുമില്ല. ഓക്കെ ബ്രോ, എന്നാ ഗുഡ് നൈറ്റ്. ഓക്കെ, 2-3 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഈ കാര്യങ്ങൾ നടന്നിട്ട് പോലും. അതായത് ആ ഫ്ലാറ്റിൽ ഒരുപാട് പോലീസുകാരുണ്ടായിട്ട് പോലും ഒരു മീഡിയ പോലും ഇത് അറിഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അതിശയം. അവർക്കൊക്കെ ഇവർ പറഞ്ഞോട്ടെ, ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ബാസിയും ഒക്കെ മതിയായിരിക്കും സത്യം പറഞ്ഞാൽ. ഓക്കെ, എൻ്റെ പേര് പെണ്ണ്, വന്ന് ഡയലോഗ് അടിക്കുമ്പോഴുള്ള അടി, പെണ്ണെന്ന് പറഞ്ഞിട്ട് വിക്ടിം കാർഡ് ഇറക്കുന്ന കുറേ എണ്ണം, ഇതൊക്കെ നിങ്ങൾ കാണണം. ഉള്ള അടിച്ച് കയറ്റി വന്നിട്ട് ഓരോരോ ഇതൊക്കെ റാപ്പും കാണിച്ച് ഇവരൊക്കെ പാട്ടിനെ പോലും ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് സീരിയസ്ലി പറഞ്ഞാൽ. അപ്പോൾ അവരൊക്കെ പാട്ട് കേൾക്കണം, നിങ്ങൾ വെക്കാതിരിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ നല്ലത്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, സബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ, ലവ് യു ഓൾ. എൻ്റെ പേര് പെണ്ണ്.